വെയിറ്റ് കുറച്ച് മോട്ടിവേഷൻ ആയാലോ, അതും 2026 വേണ്ടിയിട്ട്. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഐ വിൽ ബി ആസ്കിങ് 3 ക്വസ്റ്റ്യൻസ് ടു യു ആൻഡ് ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരിക്കും നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞതാണ്, ആർ യു എൻട്രിങ് ടു 2026 വിത്ത് ദ സെയിം ഹാബിറ്റ്സ് ദാറ്റ് റൂയിൻഡ് യു ഇൻ 2025? അത് പലതുമാകാം, മേ ബി പ്രോക്രാസ്റ്റിനേഷൻ, ചില പേർക്ക് ലേസിനെസ് ആയിരിക്കാം. സോ ഈ ഒരു സെയിം ഹാബിറ്റോട് കൂടിയിട്ടാണോ നിങ്ങൾ 2026 നിങ്ങൾ എൻട്രി ചെയ്യുന്നത്? അതായത് ഇങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട്, ഓവർകം ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ചെയ്യുന്നുണ്ടോ? അത് ബുക്ക് റീഡ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നതായിരിക്കും, ജേർണലിംഗ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ ഹാബിറ്റ്സ് നിങ്ങൾ ഈ 2026 പ്രൊഡക്റ്റീവ് ആകാൻ വേണ്ടി ചെയ്തിട്ടുണ്ടോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആർ യുവർ ഡെയിലി ആക്ഷൻസ് ടേക്കിംഗ് യു ക്ലോസർ ടു യുവർ ഗോൾസ്? നമുക്ക് എല്ലാവർക്കും ഓരോരോ ഗോൾസ് ഉണ്ടായിരിക്കും അല്ലേ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ബോർഡ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങുക, നന്നായി പഠിക്കുക എന്നതായിരിക്കും അവരുടെ ഗോൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഈ ഗോളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിൻ്റെതായ ആക്ഷൻസ് എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഹാബിറ്റ്സും റുട്ടീൻസും ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ 2026 എൻഡിൽ നിങ്ങളെ തന്നെ കാണുകയാണെന്നുണ്ടെങ്കിൽ വിൽ യു ബി പ്രൗഡ് ഓർ നോട്ട്? എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്? ഈ 3 ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ മാറണോ വേണ്ടയോ എന്നുള്ളതിന് ഏറ്റവും വലിയ ഉത്തരമായിരിക്കും ഈ 3 ചോദ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇതുപോലത്തെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. താങ്ക് യു.